ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മൂവിയെ കുറിച്ചാണ്. അതായത് ഞാൻ ഇപ്പോൾ ഈ മൂവി കണ്ടിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. വേറെ നെറ്റ്ഫ്ലിക്സ് 2024 റിലീസ് ചെയ്ത ഒരു മൂവിയുടെ പേരാണ് ഇറ്റ്സ് വാട്ട്സ് ഇൻസൈഡ്. ഈ മൂവിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇവരൊരു പാർട്ടിക്ക് പോകുന്നു. പാർട്ടിയിൽ ഇവരൊരു പഴയ ഫ്രണ്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഇൻവൈറ്റ് ചെയ്ത ഫ്രണ്ട് ഒരു ഗെയിം കളിക്കാൻ വേണ്ടി എല്ലാവരും ക്ഷണിക്കുകയാണ്. വേറെ ഒരു ബോക്സെല്ലാം കൊണ്ടൊരു മെഷീൻ. ഈ പീസ് ഓഫ് മെഷീൻ വെച്ച് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ മെഷീനിന്. അപ്പോൾ ഇവർ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഈ ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ സ്വിച്ച് ചെയ്യാം. അപ്പോൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഗെയിം. അങ്ങനെ ഇവർ റൗണ്ട് 1 പോകുന്നു. റൗണ്ട് 1 പോയി കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ ആ ഗെയിമിലോട്ട് എല്ലാവരും അഡിക്റ്റ് ആവാൻ തുടങ്ങുന്നു, മെല്ലെ പതിയെ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിച്ച് വീണ്ടും എല്ലാവരും സ്വിച്ച് ചെയ്യുന്നു. ആൻഡ് സ്വിച്ച് ചെയ്തിട്ട് പഴയ പോലെ ആവുന്നു. പിന്നെ റൗണ്ട് 2 ആയിട്ട് ഇത് പോകുന്നു. അപ്പോൾ റൗണ്ട് 2 കളിക്കുന്ന സമയത്ത് ഈ ഗെയിം കൊണ്ടുവന്ന ആളെന്ന് പറയുന്നുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടി ഇത് ഒരു റൗണ്ടും കൂടി പോകാനുള്ള ചാർജ് ഇതിനകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവരും വീണ്ടും സ്വിച്ച് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ വീണ്ടും സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഉള്ള പ്രശ്നങ്ങൾ, ചില റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂസ്, കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ടുണ്ട്. ലൈക്ക് ഡിഫറെൻറ്റ് ബോഡീസ്, ഡിഫറെൻറ്റ് സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ 2 ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. സ്വിച്ച്ഡ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സ് മരിക്കുന്നു. അപ്പോൾ മരിക്കുന്ന സമയത്ത് ഇവരുടെ ഒറിജിനൽ ബോഡി വേറൊരാളെ കയ്യിലായിരിക്കും. അപ്പോൾ ഈ മരിച്ച ഡെഡായി കിടക്കുന്ന ഫ്രണ്ട്സിൻ്റെ ഒറിജിനൽ ബോഡീൻ്റെ ആൾക്കാർ വേറൊരു ബോഡിയിലും. അങ്ങനെ മൊത്തത്തിൽ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇവർക്ക് എന്താക്കണം എന്നറിയാണ്ട് ലാസ്റ്റ് ഇതിനിടയ്ക്ക് വേറെ റിലേഷൻഷിപ്പ് ആയിട്ടുള്ള കപ്പിൾസിൻ്റെ അടി നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വേറെ ബോഡിയിലാണ്. അങ്ങനെ കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ലാസ്റ്റ് ഇവരെല്ലാവരും കൂടി സ്വിച്ച് ആയിട്ട് ഓരോരുത്തർക്കും ബോഡി കിട്ടും. ലൈക്ക് എല്ലാവർക്കും എല്ലാ ബോഡി കിട്ടിയിട്ടില്ലെങ്കിലും രണ്ടാൾക്ക് രണ്ടാളുടെ ബോഡി മാറ്റും, വേറെ രണ്ടാളുടെ ബോഡി. അങ്ങനെ കുറച്ച് വ്യത്യസ്തമായ ഒരു മൂവിയാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാം പ്രശ്നം സോൾവ് ആയി, ലൈക്ക് ഇവൻ ജയിലിലോട്ട് പോയി, മറ്റവൻ ഇങ്ങനെ. അപ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലം സംഭവിച്ച് സോൾവ് ചെയ്ത് നമ്മൾ വിചാരിക്കുമ്പോൾ വേറൊരു ട്വിസ്റ്റ് വരുന്നത്. നമ്മുടെ ഇൻ ദ എൻഡ് വേറൊരു കുഞ്ഞു ട്വിസ്റ്റും കൂടി ഉണ്ട്. സോ അതും കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂവി കാണുമ്പോൾ ഹുക്ക് ഉണ്ടാവില്ല, മൂവി കാണുമ്പോൾ ഒരു വൈബ് ഉണ്ടാവില്ല. എനിവേ ഈ മൂവി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു മോശമില്ലാത്തൊരു മൂവിയാണ്. ലൈക്ക് 1 ടൈം വാച്ച് എന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ വളരെ സമയം പോക്കാൻ വേണ്ടി മാത്രം കണ്ടൊരു മൂവിയാണ് ഇറ്റ്സ് വാട്ട്സ് ഇൻസൈഡ്. ബട്ട് കൊള്ളാം. എനിക്ക് ഭയങ്കര മോശം പറയാൻ പറ്റില്ല, എന്നാൽ കാണണ്ടെന്നും പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം കണ്ടിരിക്കാം. ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയാം. ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് അല്ല, ഇങ്ങനെ ഇപ്പോൾ കാണുന്ന മൂവീസ് എല്ലാം ഏകദേശം ഇങ്ങനെയാണ്. ഇപ്പം അധികം എൻ്റെ മൂവീസിന് എനിക്ക് ഭയങ്കര അറ്റൻഷൻ ഭയങ്കര കുറവാണ്. ലൈക്ക് ചില മൂവീസ് മാത്രം എൻ്റെ അറ്റൻഷൻ സീറ്റ് ഇങ്ങനെ പിടിച്ചു നിർത്തും. എനിവേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടോക്ക്. ഇതാണ് ഓവറോൾ പ്ലോട്ട് വരുന്നത്. എൻ്റെ ഒരു ട്വിസ്റ്റും കൂടിയുണ്ട്. ഇങ്ങനത്തെ മൂവീസ് ഇഷ്ടമുള്ളവർക്ക് കാണാം. ഇറ്റ്സ് വാട്ട്സ് ഇൻസൈഡ്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സോ ട്രൈ ടു വാച്ച് ഇറ്റ് ഇഫ് യു വാണ്ട് ഗൈസ്. ബൈ.